നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അവസാന ഒരു 1 അവറിൽ ഷാർപ്പ് ഫോള് നമുക്കുണ്ടായിരുന്നു. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയും അല്ലെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും എല്ലാം തന്നെ കനത്ത പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. കാരണം ആ ഒരു സമയത്ത് നമുക്ക് എസ്കലേഷൻ സാധ്യതകളും ആ ഒരു ഫിയറും ഉണ്ടായിരുന്നു. ഇന്ത്യ വിക്സ് ഒരു 10% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. അന്ന് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഇന്ത്യ പാക് എസ്കലേഷൻ അത് രൂക്ഷമായിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം വളരെ വിജയകരമായിട്ട് പാകിസ്ഥാൻ്റെ എല്ലാ ആക്രമണങ്ങളും നമ്മൾ ചെറുത്ത് നിൽക്കാനായിട്ട് പറ്റി. ഒട്ടേറെ പാക് ഫ്ലൈറ്റുകൾ നമ്മൾ ഫയർ ചെയ്തിട്ടു. ഇപ്പോഴും എസ്കലേഷനും മറ്റുള്ള സംഘർഷങ്ങളും എല്ലാം തന്നെ തുടരുകയാണ്. അപ്പോൾ ഡിഫൻസ് തലത്തിൽ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫിയർ മാർക്കറ്റിൽ ഇന്നലെ ഓവർനൈറ്റ് ഉണ്ടായപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി വലിയ തോതിൽ ഒരു കറക്റ്റ് ചെയ്തിരുന്നു. ഏകദേശം ഒരു 23,750 വരെ ഗിഫ്റ്റ് നിഫ്റ്റി പോയി. എന്നാൽ ഇന്നലെ FIs ഇന്ത്യൻ മാർക്കറ്റിലെ ബയേഴ്സായിരുന്നു. 2000 കോടി രൂപയുടെ ബയേഴ്സായിരുന്നു. അതിനുശേഷം ഈ ഗിഫ്റ്റ് നിഫ്റ്റി ഷാർപ്പ് റിക്കവറി രേഖപ്പെടുത്തി. 24,000 താഴെയാണ് ഉള്ളത്. 23,900 ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഫോളിൽ നിന്ന് 250 പോയിൻ്റ് റിക്കവറി മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ യുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ആളുകളും ഓൾറെഡി തന്നെ അറിഞ്ഞു കാണും. അപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. മാർക്കറ്റ് പെർസ്പെക്റ്റീവിലാണ് ഞാനിപ്പോൾ റീഡ് ചെയ്യുന്നത്. മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ ഇന്നലെ FIs ഇന്ത്യൻ മാർക്കറ്റിൽ 2000 കോടി രൂപയുടെ ബൈയിങ് ആയിരുന്നു നടന്നത്. FIs മാർക്കറ്റിൽ ഇത്തരം സംഭവ വികാസങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത് മാറുന്നത് FIs ആണ്. പക്ഷെ അവർ ബൈ ആയത് അത് മാത്രമല്ല, ഇന്നലെ മാത്രമല്ല, കഴിഞ്ഞ ഒരു 2 ആഴ്ചയിലെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ FIs സ്ഥിരമായിട്ട് ബയേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ മാർക്കറ്റിനെ എത്തരത്തിലാണ് നോക്കിക്കാണുന്നത്, അവർ സെല്ലിംഗ് മോഡിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെയാണ് വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ കാണേണ്ടത്. ഇന്നലെ ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്തു, ഇന്നും സ്പൈക്ക് ചെയ്യും. സ്വാഭാവികമായിട്ട് പ്രീമിയം ഉയരും. അപ്പോൾ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ ബൈ ചെയ്യാൻ വലിയ തോതിൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആവശ്യം വരും. വോളറ്റിലിറ്റി ഉണ്ടാവും. മാർക്കറ്റ് ഒരേ ഡയറക്ഷനിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല, 2 സൈഡിലേക്കും ചാഞ്ചാടും. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള മാർക്കറ്റാണ്. ഒട്ടുമിക്ക ആളുകളും ഇത്തരത്തിലുള്ള അവസരത്തിൽ മാർക്കറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ്, എസ്പെഷ്യലി സെല്ലേഴ്സ്. കാരണം വിക്സ് ഒക്കെ സ്പൈക്ക് ചെയ്ത് ഏത് വരെ എത്തുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഡയറക്ഷനിലേക്ക് പോയാൽ തന്നെയും വിക്സ് സ്പൈക്ക് രേഖപ്പെടുന്നത് കൊണ്ട് സെല്ലേഴ്സിനെല്ലാം തന്നെ കുറച്ചും കൂടി ക്രൂഷ്യലായിരിക്കും. ബയേഴ്സ് വിക്സ് ഇനിയിപ്പോൾ ഇൻ കേസ് കൂൾ ഡൗൺ ആണെങ്കിൽ പ്രീമിയം മെൽറ്റാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ബയേഴ്സിനുണ്ട്. ഒട്ടുമിക്ക ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടുകൾ ഇന്നുണ്ട്. ഡോക്ടർ റെഡ്ഡി, മണപ്പുറം, സ്വിഗ്ഗി, അങ്ങനെയുള്ള കമ്പനീസിൻ്റെ എല്ലാം തന്നെ. അതുപോലെ തന്നെ ഇന്നലെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് വന്നു. അത് ഇന്ന് റിയാക്ട് ചെയ്യപ്പെടുന്ന ദിവസമാണ്. അതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പക്ഷേ അത് ആ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് അല്ലായിരിക്കാം ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു പോക്ക്. കാരണം ഓവർനൈറ്റ് ഇപ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ ന്യൂസ് കാണുന്ന സമയത്തും ലൈവായിട്ട് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഒട്ടേറെ ഫ്ലൈറ്റുകളെല്ലാം തന്നെ ഇന്ത്യ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രോൺ ആക്രമണങ്ങളെല്ലാം തന്നെ ശക്തമായിട്ട് തന്നെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം, റഷ്യൻ ബേസ്ഡായിട്ടുള്ള പ്രതിരോധ സംവിധാനമാണ്. അപ്പോൾ ആകാശത്ത് വെച്ച് തന്നെ അത് തകർക്കാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടിന്യൂ ചെയ്തും എന്ന് നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി രാജ്നാഥ് സിംഗ് എല്ലാം തന്നെ അഭിപ്രായപ്പെട്ടു. ഉന്നത തല ചർച്ചകളെല്ലാം തന്നെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം എല്ലാം തന്നെ വരും. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്തിൻ്റെ അത്ര പ്രശ്നങ്ങളില്ലാതെ എല്ലാം തന്നെ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല രാജ്യങ്ങളും ഇടപെടുന്നുണ്ട്. അപ്പോൾ നയതന്ത്ര ചർച്ചകളെല്ലാം തന്നെ നടന്നേക്കാം ഇൻ ബിറ്റ്വീൻ. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് നമുക്ക് നോക്കാം. താങ്ക് യു ആൾ.